ഈ മാസത്തിൽ സാമ്പത്തികമായി എന്ത് ഗൈഡൻസ് ആണ്, എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങളുടെ കറന്റ് എനർജി. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ വെൽത്ത് റീഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ. അതിൽ ചിലപ്പോൾ ചില സ്റ്റോക്ക് മാർക്കറ്റ്, അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലെ ചില ഗവൺമെൻറ്റിൻ്റെ ചില തീരുമാനങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങൾ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ഇൻവേർട്ടഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലായിരിക്കും ആ മാറ്റം എന്ന് വേണം നമ്മൾ ഊഹിക്കാൻ. അതുപോലെ ഒരു ഫിനാൻഷ്യൽ ചേഞ്ചസിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ധൈര്യപൂർവ്വം എന്ത് സാഹചര്യം വന്നാലും, എന്ത് ഫ്ലക്ച്വേഷൻസ് വന്നാലും അതിനെ ധൈര്യപൂർവ്വം നേരിടാൻ തയ്യാറായിരിക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ട്. ഒരു ടേണിംഗ് പോയിന്റ്, ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇനി എന്താണ് നമ്മളുടെ പ്രധാന വെല്ലുവിളികൾ നോക്കുമ്പോൾ, 4 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. 4 ഓഫ് വാൻഡ്സ് വെല്ലുവിളി ആയിട്ട് വരുമ്പോൾ നമ്മൾ പറയുക, നിങ്ങൾ റിസ്ക് എടുക്കാൻ, കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങൾ റിസ്ക് എടുക്കാൻ കുറച്ച് പേടിയുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഗ്രോത്തിനെ ഒന്ന് തടയും. അതായത് ഇപ്പോൾ കുറച്ച് പെട്ടെന്ന് ലാഭം തരുന്ന കാര്യങ്ങളിൽ ചെന്നപ്പെടാൻ ഒരു പേടിയുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ബാലൻസ് ചെയ്യണം രണ്ടും. അതായത് റിസ്ക് അത്യാവശ്യത്തിന് എടുക്കണം, അതേ സമയത്തിന് തന്നെ ഗ്രോത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസും അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് പെട്ടെന്ന് സെലിബ്രേഷൻ നടത്തരുത്. ചിലപ്പോൾ നമുക്ക് ചില സൂചനകൾ കിട്ടുമായിരിക്കാം നമുക്ക് ഇങ്ങനത്തെ ഒരു സാമ്പത്തിക ഉന്നമനം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഓവർ ചിലവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് ചോദിച്ചാൽ, ഒരു പാർട്ട്ണർഷിപ്പ് വേണം നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ബിസിനസ്സിലോ എന്ത് സംരംഭത്തിലോ എന്ത് കാര്യത്തിലായാലും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഔട്ട്കം എന്ന് നോക്കാം. ഫൂളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം, ടേണിംഗ് പോയിന്റ് ആണ്. നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഏറ്റവും കണ്ടത്. അപ്പോഴേ പറഞ്ഞത് ടേണിംഗ് പോയിന്റ് ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതൊരു കൺഫർമേഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. ഒരു ഫൂൾ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബിഗിനിങ് ആണ്, പുതിയ തുടക്കങ്ങൾ, നല്ല രീതിയിലുള്ള പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ മെയ് മാസത്തിൽ.